70-ാം സങ്കീർത്തനം നോക്കൂ. ഇസ്രായേലിനോടും ശുദ്ധഹൃദയമുള്ളവരോടും ദൈവം തീർച്ചയായും ദയയുള്ളവനാണ്. ഹല്ലേലൂയ. അവിടെ ദൈവത്തിന്റെ കരുണ ആരിലുണ്ടാകും? ആരാണ് ദയ പ്രാപിക്കുന്നത്? 18-ാം സങ്കീർത്തനവും വേണ്ട. ദയയുള്ളവരോടാണ് ദൈവം ദയ കാണിക്കുന്നത്. ഈ കഠിനമായ കാലത്ത് നമ്മൾക്കില്ലാത്തതൊന്നും ഉണ്ടെന്ന് കാണിക്കാൻ സ്വഭാവമോ അല്ലെങ്കിൽ ഏതെങ്കിലും വേഷം ധരിച്ചിട്ടുണ്ടോ? മനുഷ്യരെ സന്തോഷിപ്പിക്കാൻ നമ്മൾ ഭക്തി ആചാരങ്ങൾ പാലിക്കുന്നുണ്ടോ? മനുഷ്യർ നമ്മളെ കാണുമ്പോൾ പ്രശംസിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നതുണ്ടോ? നാം എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയാണോ? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾക്കോ എന്തെങ്കിലും മറഞ്ഞ അജണ്ടയുണ്ടോ എന്ന് ചോദിക്കുന്നു. നിനക്ക് എന്തെങ്കിലും ഹിഡൻ അജണ്ടയുണ്ടോ? നിന്റെ പ്രവൃത്തികളുടെ പിന്നിൽ എന്തെങ്കിലും സ്വാർത്ഥമായ ചിന്തകളുണ്ടോ? നീ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നു. നല്ല പ്രവൃത്തി ദൈവത്തിനായി ചെയ്യണം. അതിനു പുറമെ അതിന്റെ പിന്നിൽ മറ്റേതെങ്കിലും തന്ത്രം, കപടത, നടനം, വേഷധാരണം എന്നിവ ഉണ്ടാകരുത് എന്നതാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് സ്തുതി. അവരെത്ര സുതാര്യമായി ജീവിച്ചിരുന്നതാണ്. ജീവിതം ദൈവം തന്നതാണല്ലോ. ആശീർവാദവും ഈ ആയുസ്സും ആരാണ് നൽകിയതെങ്കിലും ഇവ ദൈവം തന്നതായതിനാൽ നമുക്ക് നന്ദിയുണ്ടാകണം. സർക്കാർ പ്രശംസിച്ചവൻ ഭാഗ്യവാനാണ്. എന്നാൽ ദൈവത്തിന്റെ ആനുകൂല്യം എങ്ങനെ നേടാമെന്നാൽ നിന്റെ ആത്മാവിൽ ഒരിക്കലും കപടതയുണ്ടാകരുത്. സത്യസന്ധമായി പെരുമാറണം.